ഒരു നിമിഷം നിൽക്കൂ. ഈ വാക്കുകൾ ശ്രദ്ധിക്കൂ. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് സാധാരണ ഒരു ജ്യോതിഷ് പ്രവചനമല്ല. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു തിരിവ് ആണ്. ഒരു വലിയ യോഗമാണ്. 150 വർഷത്തിൽ ഒരിക്കൽ മാത്രം ആകാശത്ത് സംഭവിക്കുന്ന ഒരു ഗ്രഹസംയോഗം ഇന്ന് നിങ്ങളുടെ രാശിയിൽ തിളങ്ങുകയാണ്. ഇത് കേൾക്കുമ്പോൾ ഒരുപക്ഷേ നിങ്ങൾ ചോദിക്കും, ശരിക്കും എനിക്കോ? അതെ, നിങ്ങൾക്ക് തന്നെ. മകരം രാശിക്കാർക്ക് മാത്രം. ഈ ഒരു നിമിഷം നിങ്ങളുടെ ജീവിതത്തിൽ 1000 ദിവസങ്ങളുടെ ഭാഗ്യം കൊണ്ടുവരും. ഇത് വെറും വാക്കല്ല. ആകാശം നിങ്ങൾക്കു വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ്. ഗ്രഹങ്ങൾ നിങ്ങളുടെ പേര് വിളിക്കുകയാണ്. ഈ നിമിഷം ഒരു ചരിത്ര സന്ദർഭമാണ്. ഇത് കഴിഞ്ഞാൽ ഇനി ഇത് ആവർത്തിക്കില്ല. ഒരു 150 വർഷത്തിനു ശേഷം മാത്രമേ ഈ യോഗം ഭൂമിയിൽ വീണ്ടും പ്രത്യക്ഷപ്പെടൂ. മകരം രാശി എന്നു പറഞ്ഞാൽ ഉത്രാടം, തിരുവോണം, അവിട്ടം, ഈ 3 നക്ഷത്രക്കാർ. ഈ നക്ഷത്രക്കാർ ഈ ഭൂമിയിൽ ജനിച്ചത് ഒരു കാരണം കൊണ്ടാണ്, ഒരു ദൗത്യം കൊണ്ടാണ്. നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടാകും, എന്തിനാണ് ഇത്ര കഷ്ടപ്പാട്? എന്തിനാണ് ഇത്ര കാത്തിരിക്കേണ്ടത്? എന്തിനാണ് ഈ വേദന? ആ ചോദ്യത്തിന്റെ ഉത്തരം ഇന്ന് ആകാശം നൽകുകയാണ്. ആ ഉത്തരം ഒരൊറ്റ വാക്കിലാണ്: ഇതിനു വേണ്ടി. ഇത്ര കഷ്ടപ്പെട്ടത് ഈ ദിനത്തിനു വേണ്ടി, ഈ യോഗത്തിനു വേണ്ടി, ഈ ഭാഗ്യകാലത്തിനു വേണ്ടി. ഇന്ന് ഗ്രഹങ്ങൾ ഒരു പ്രത്യേക നിലയിൽ ചലിക്കുകയാണ്. ആ ചലനം ആരും ആഗ്രഹിച്ചതല്ല, ആരും ഉണ്ടാക്കിയതുമല്ല. ഇത് പ്രകൃതി, ഇത് ദൈവം, ഇത് കർമ്മം. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഷിമാർ ഈ ഗ്രഹനിലയെക്കുറിച്ച് പ്രവചിച്ചിരുന്നു. ആ ഗ്രഹനില ഇന്ന് യാഥാർത്ഥ്യം ആകുകയാണ്. അത് നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇത് ഒരു സന്ദേശമാണ്. ഈ സ്ക്രീൻ കണ്ട ഓരോ മകരം രാശിക്കാർക്കും ഒരു ദൈവിക സന്ദേശം. ഒരിക്കലും ഒഴിഞ്ഞ കൈകളോടെ നിങ്ങൾ ഇവിടെ നിന്ന് മടങ്ങില്ല. ഈ വാക്കുകൾ കേൾക്കൂ. ഈ ഊർജം ഉള്ളിലേക്ക് ആഴ്ത്തൂ. കാരണം ഇത് ഒരിക്കൽ മാത്രം വരും. ഇപ്പോൾ ആകാശത്ത് ഗ്രഹങ്ങൾ ഒരു പ്രത്യേക ക്രമത്തിൽ നിൽക്കുകയാണ്. നിങ്ങളുടെ രാശ്യധിപൻ ആയ ശനി ഭഗവാൻ ഇപ്പോൾ ഒരു ശക്തിമത്തായ ഭാവത്തിൽ ഇരിക്കുകയാണ്. ഈ ഒരു ഗ്രഹസ്ഥാനം മാത്രം മതി നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ. ഒരുപാട് നാൾ നിങ്ങൾ ഒരു ഭാരം ചുമന്നു നടന്നു. ഒരുപാട് നാൾ നിങ്ങൾ ഒളിഞ്ഞു കരഞ്ഞു. ഒരുപാട് നാൾ നിങ്ങൾ ക്ഷമയോടെ കാത്തിരുന്നു. ആ കാത്തിരിപ്പ് ഇനി അവസാനിക്കുകയാണ്. 7 ശനി എന്ന് പറഞ്ഞ ആ ഘട്ടം, ആ ദുഃഖത്തിന്റെ, ആ ഭാരത്തിന്റെ ആ 7 വർഷം, അത് ഇനി പിൻവാങ്ങുകയാണ്. ശനി ഭഗവാൻ ഇനി നിങ്ങൾക്ക് ശത്രുവല്ല. ഇനി ആ ഭഗവാൻ നിങ്ങളുടെ ഏറ്റവും വലിയ കൂട്ടാളിയാണ്, ഏറ്റവും വലിയ ശക്തിയാണ്. ആ ഭഗവാൻ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഉണർവ് നൽകുകയാണ്, ഒരു ചൈതന്യം നൽകുകയാണ്, ഒരു ദിശ നൽകുകയാണ്. ഗുരു ഭഗവാൻ, ജ്ഞാനത്തിന്റെ ആ വലിയ ഗ്രഹം, ഇപ്പോൾ ഒരു ഉന്നത സ്ഥാനത്ത് ഇരിക്കുകയാണ്. ഈ ഗ്രഹചലനം 150 വർഷത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒരു അത്ഭുതമാണ്. ഹംസ് മഹാപുരുഷ് യോഗം. ഈ പേര് കേൾക്കൂ. ഈ പേരുള്ളിൽ ഉരുവിടൂ. ഇത് ഒരു സാധാരണ യോഗമല്ല. ഇത് ഒരു ദൈവദത്തമായ ശക്തിയാണ്. ഈ ഒരു യോഗം ഒരു മനുഷ്യന്റെ ജീവിതത്തെ ആകെ മാറ്റിമറിക്കും. ഒരു ദരിദ്രനെ ധനവാനാക്കും, ഒരു ദുഃഖിതനെ ആനന്ദഭരിതനാക്കും, ഒരു ക്ഷീണിതനെ ഊർജ്ജഭരിതനാക്കും. ഇതാണ് ഈ യോഗത്തിന്റെ ശക്തി. ഇത് ഇപ്പോൾ നിങ്ങൾക്ക് ലഭ്യമാണ്. രാഹു ഭഗവാൻ ഇപ്പോൾ നിങ്ങളുടെ ധനഭാവത്തിൽ ഇരിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ ഒരുപക്ഷേ ഒരു ഭയം തോന്നിയേക്കാം. എന്നാൽ ഭയക്കണ്ട. കാരണം ഇത് ഒരു ഭീഷണിയല്ല, ഇത് ഒരു അവസരമാണ്. രാഹു ഭഗവാൻ ഒരു ദ്വാരം തുറക്കുകയാണ്. ഒരു ചെറുതൊഴിൽ, ഒരു ബിസിനസ്, ഒരു വഴി. ഏതാണ്ടൊക്കെ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നോ? ആ വഴി ഇപ്പോൾ തുറക്കപ്പെടുകയാണ്. കേതു ഭഗവാൻ 8ാം ഭാവത്തിൽ. ഇത് ഒളിഞ്ഞ ഒരു ഊർജ്ജമാണ്, ഒളിഞ്ഞ ഒരു ശക്തിയാണ്. ഇത് ആത്മീയ ഉണർവ് നൽകുന്ന ഒരു ഗ്രഹസ്ഥാനമാണ്. ഇത് ഒരു ഉള്ളിൽ നിന്ന് ഉള്ള പരിവർത്തനമാണ്. ഈ ഗ്രഹസ്ഥാനം നിങ്ങൾക്ക് ഒരു ആത്മീയ ദർശനം നൽകുന്നതാണ്. ഒരു ഉണർവ്, ഒരു ബോധം, ഒരു ദിവ്യ ഊർജ്ജം. ഇതൊക്കെ ഒരുമിച്ച് ചേരുമ്പോൾ ശനി, ഗുരു, രാഹു, കേതു, ഈ 4 ഗ്രഹങ്ങൾ ഒരൊറ്റ ദിശയിൽ ചലിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ശക്തി, ആ ഒരു ശക്തി 150 വർഷത്തിൽ ഒരിക്കൽ മാത്രം ഉണ്ടാകൂ. അത് ഇപ്പോഴാണ്, ഇന്നാണ്, ഈ ഘട്ടത്തിലാണ്. ഇനി ഞാൻ നിങ്ങളോട് ഒരു കഥ പറയും. ഒരു ഉപക. ഈ കഥ കേൾക്കൂ. ഒരു പർവ്വതത്തിന്റെ ചുവടെ ഒരു ആൺകൊഴുന്ത് ഇരിക്കുകയായിരുന്നു. വർഷങ്ങളായി അത് ആ ചുവടിൽ തന്നെ ഇരുന്നു. ആർക്കും അത് ശ്രദ്ധിക്കപ്പെട്ടില്ല. ആരും അതിനെ വലിയ ഒന്നായി കണ്ടില്ല. ഒരു ദിവസം ആകാശം മാറി. ഒരു കൊടുങ്കാറ്റ് വന്നു. ആ കൊടുങ്കാറ്റ് ആ ആൺകൊഴുന്തിനെ ഒരൊറ്റ ഊഴിലോടെ ആകാശത്തിലേക്ക് ഉയർത്തി. ആ ആൺകൊഴുന്ത് ആദ്യം ഭയന്നു. ഒരിക്കലും ഇത്ര ഉയരത്തിൽ എത്തിയിട്ടില്ലാത്ത അത് ഒന്ന് ചുറ്റും നോക്കി. അപ്പോൾ അതിന് കാണാൻ കഴിഞ്ഞത് അതുവരെ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു ലോകം. ആ ആൺകൊഴുന്ത് ഒരു കഴുകൻ ആണ് എന്ന് അപ്പോഴാണ് അത് അറിഞ്ഞത്. ആ കൊടുങ്കാറ്റ് ആ ആൺകൊഴുന്തിനെ ഒരു ശത്രു ആയിരുന്നില്ല. ആ കൊടുങ്കാറ്റ് ആ കഴുകന്റെ ഉദ്ധാരകൻ ആയിരുന്നു. ഇതേ കഥ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ആണ്. ആ കൊടുങ്കാറ്റ് ഇന്ന് വരികയാണ്. ഈ ഗ്രഹചലനം ആ കൊടുങ്കാറ്റാണ്. ഈ ഗ്രഹചലനം നിങ്ങളെ ഉയർത്തുന്ന ആ ഊർജ്ജമാണ്. ഭയക്കണ്ട. ഈ ഊർജ്ജത്തോടൊപ്പം ചിറകുവിരിക്കൂ. ഇനി ഞാൻ ഇന്ന് ഏറ്റവും ആദ്യം ഒരു കാര്യം പറയും. അടുത്ത 7 നാட்களிൽ 1ാം ഘട്ടം ആരംഭിക്കുകയാണ്. ഈ 1ാം ഘട്ടം, ഈ ഒരു 7 ദിവസം ഒരു ജ്ഞാനദ്വാരം തുറക്കുന്ന ദിനങ്ങളാണ്.
ഈ 7 ദിവസത്തിൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കൂ. ഒരു അപ്രതീക്ഷിത ഫോൺ കോൾ വരും. ഒരു അപ്രതീക്ഷിത സന്ദേശം വരും. ഒരു അപ്രതീക്ഷിത അവസരം, ഒരു ജോലി, ഒരു ബിസിനസ്, ഒരു ബന്ധം, ഒരു ദ്വാരം. ഇതിൽ ഏതെങ്കിലും ഒന്ന് ഈ 7 ദിവസത്തിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരും. ഇത് യോഗഫലമാണ്. ഇത് ആകാശം നിങ്ങൾക്ക് നൽകുന്ന ഒരു സ്പർശമാണ്. ഈ 1-ാം ഘട്ടത്തിൽ ഒരു സൂക്ഷ്മത പ്രധാനമാണ്. ആ വഴി കണ്ടാൽ ഉടൻ ഭയക്കരുത്. ആ വഴി യിലൂടെ ഒരു ചുവട് മുന്നോട്ട് വയ്ക്കൂ. ആ ഒരൊറ്റ ചുവട്, ആ ചുവട് ഒരു ദൂരം ആരംഭിക്കുന്നതാണ്. 1-ാം ഘട്ടം, ഒരു വാതിൽ തുറക്കൽ. ഈ ദിവസങ്ങളിൽ ഒരു ഉറക്കം ഇല്ലാത്ത രാത്രി വരാം. ഒരു ആശയക്കുഴപ്പം വരാം. ഇതാ ഒരു അവസരം, ഞാൻ ഇതെടുക്കണോ എന്ന ഒരു ചോദ്യം ഉള്ളിൽ ഉദിക്കും. ആ ചോദ്യം വരുമ്പോൾ ഒരൊറ്റ ഉത്തരം, അതെ. അതെ ആണ് ഈ 1-ാം ഘട്ടത്തിന്റെ ആദ്യ ചുവട്. അടുത്ത 7 നാட்களிൽ 2-ാം ഘട്ടം ആരംഭിക്കുകയാണ്. ഈ ഘട്ടം ഒരു വലിയ വൈകാരിക ഊർജ്ജത്തിന്റെ ഘട്ടമാണ്. ഒരു ബന്ധം ഉണർന്നേക്കാം. ദീർഘകാലമായി മൗനം ആചരിക്കുന്ന ഒരു ബന്ധം, ഒരു ബന്ധു, ഒരു കൂട്ടുകാരൻ, ഒരു സ്നേഹം. ഇതിൽ ഏതെങ്കിലും ഒന്ന് ഈ ദിനങ്ങളിൽ ഒരു ഊഷ്മളതയിലേക്ക് തിരിഞ്ഞേക്കാം. ഇത് ഒരു ഭാഗ്യദർശനമാണ്. ഒരു ഗ്രഹദൂതൻ, ഒരു ദൈവദൂതൻ ഒരു ബന്ധത്തിന്റെ രൂപത്തിൽ നിങ്ങൾക്ക് മുന്നിൽ വരും. ആ ബന്ധം ആദരിക്കൂ. ആ ബന്ധം ചേർത്ത് പിടിക്കൂ. അത് ഒരു സ്നേഹ ഊർജ്ജമാണ്. ആ ഊർജ്ജം ഈ ഘട്ടത്തിൽ നിങ്ങൾക്ക് ഒരു ശക്തിയാണ്. ആ ശക്തി, ആ ബന്ധം, ആ ഊഷ്മളത, ഇതൊക്കെ ഈ ഘട്ടത്തിൽ ഒരു ആത്മ ഊർജ്ജ സ്രോതസ്സാണ്. അടുത്ത 14 നാட்களிൽ 3-ാം ഘട്ടം. ഈ 3-ാം ഘട്ടം, ഇത് ഒരു ദൈവദർശനത്തിന്റെ ഘട്ടമാണ്. ഈ ദിനങ്ങളിൽ ഒരു സ്വപ്നം, ഒരു ദർശനം, ഒരു ഉള്ളിൽ നിന്നുള്ള ഒരു ശബ്ദം, ഞാൻ ഇതല്ലേ ചെയ്യേണ്ടത് എന്ന ഒരു ബോധം. ഈ ഘട്ടത്തിൽ ആ ഉള്ളിൽ നിന്ന് ഉള്ള ശബ്ദം ശ്രദ്ധിക്കൂ. ഉള്ളിൽ നിന്ന് ഉള്ള ആ ദർശനം ആദരിക്കൂ. കാരണം ആ ഉള്ളുരിഞ്ഞ ശബ്ദം ആ ദിവ്യ ഊർജ്ജത്തിന്റെ ഒരു ദൂതനാണ്. ഈ 3-ാം ഘട്ടം ഒരു പ്രതിജ്ഞ ചെയ്യേണ്ട ഘട്ടമാണ്. ഒരു ലക്ഷ്യം ഉറപ്പിക്കേണ്ട ഘട്ടമാണ്. ഞാൻ ഇനി ഇങ്ങനെ ജീവിക്കും എന്ന ഒരു തീരുമാനം. ആ തീരുമാനം ഈ 14 ദിവസത്തിൽ ഉള്ളിൽ ഉദിക്കും. ആ ഉൾജ്ഞാനത്തെ ആദരിക്കൂ. ഇനി ഞാൻ നിങ്ങളോട് തൊഴിൽ ജീവിതത്തെക്കുറിച്ച് പറയും. ഇക്കഴിഞ്ഞ കാലഘട്ടത്തിൽ ജോലിയിൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നിരിക്കും. ചിലർക്ക് ഒരു ഉറക്കമില്ലായ്മ, ഈ ജോലി ശരിക്കും ഇഷ്ടമുള്ളതല്ല, ഒരു ഉൾദ്വന്ദ്വം. ചിലർക്ക് ഇനി ഈ ജോലിയിൽ ഒരു ഭാവി ഉണ്ടോ, ഒരു ഉത്കണ്ഠ. ചിലർക്ക് ഞാൻ ഇത്ര കഷ്ടപ്പെടുമ്പോഴും എന്തേ ഒരു അംഗീകാരം ലഭിക്കുന്നില്ല, ഒരു മനക്ഷോഭം. ഇതൊക്കെ ഇനി മാറുകയാണ്. ആ ദ്വന്ദ്വം, ആ ഉത്കണ്ഠ, ആ മനക്ഷോഭം, ഇതൊക്കെ ഇനി ക്രമേണ ഒഴിഞ്ഞു പോകും. ശനി ഭഗവാൻ ഇപ്പോൾ ധൈര്യഭാവത്തിൽ ഇരിക്കുകയാണ്. ഈ ഗ്രഹസ്ഥാനം നിങ്ങൾക്ക് ഒരു ആന്തരിക ധൈര്യം നൽകുന്നതാണ്, ഒരു ശക്തി നൽകുന്നതാണ്. ഞാൻ ഇത് ചെയ്യും എന്ന ദൃഢനിശ്ചയം ഉദിക്കും. ആ ദൃഢനിശ്ചയം ഒരു ഗ്രഹദൂതനാണ്. ആ ദൂതനെ ആദരിക്കൂ. ജോലിയിൽ ഒരു പ്രമോഷൻ, ഒരു ഉയർച്ച, ഒരു പ്രശംസ. ഇക്കഴിഞ്ഞ കാലഘട്ടത്തിൽ ഒഴിഞ്ഞു നിന്ന ആ അംഗീകാരം ഇനി ലഭ്യമാകാൻ ഒരു ഘട്ടം ഒരുക്കപ്പെടുകയാണ്. ആ ഘട്ടം ഇനി അടുത്ത 30 ദിവസങ്ങളിൽ ഒരു ഊർജ്ജ മുഹൂർത്തം ആകും. ആ മുഹൂർത്തം ഒരു ഊർജ്ജദ്വാരമാണ്. ആ ദ്വാരം ഒരു ഉദ്യോഗ ഉന്നതിയിലേക്കോ, ഒരു ശമ്പള വർധനവിലേക്കോ, ഒരു ഉത്തരവാദിത്തത്തിലേക്കോ നിങ്ങളെ നയിക്കും. ജോലിക്കാർ ഇത് ശ്രദ്ധിക്കൂ. ആ ഘട്ടം വരുമ്പോൾ ഭയക്കരുത്. ആ ഘട്ടം വരുമ്പോൾ ആ ഉത്തരവാദിത്തം ഏൽക്കൂ. ആ ഉന്നതി ഏൽക്കൂ. അത് ഒരു ദൈവനിർദ്ദേശമാണ്. ബിസിനസ് ചെയ്യുന്ന മകരം രാശിക്കാർ ഇത് കേൾക്കൂ. ഒരു കൂട്ടുകക്ഷി, ഒരു പുതിയ ഉടമ്പടി, ഒരു പുതിയ ഉത്കൃഷ്ട ഇടപാട് ഈ ഘട്ടത്തിൽ ഒരു ഗ്രഹശക്തിയോടെ വരും. ഗുരു ഭഗവാൻ ഇടനിൽ ഭാവത്തിൽ, ഭാഗ്യത ഭാവത്തിൽ ഇരിക്കുമ്പോൾ ഒരു ബിസിനസ് ഉടമ്പടി നിൻ മുന്നിൽ ഉദ്ഭവിക്കും. ആ ഉടമ്പടി ഒരു ഗ്രഹദൂതനാണ്. ആ ദൂതൻ ഒരു ജ്ഞാനവ്യക്തിയുടെ രൂപത്തിൽ നിൻ മുന്നിൽ വരും. ഒരു അനുഭവസമ്പന്നൻ, ഒരു ബുദ്ധിയുള്ളവൻ, ഒരു ജ്ഞാനി. ഈ കൂട്ടുകക്ഷി ഈ ഘട്ടത്തിൽ ബിസിനസ്സിനെ ഒരു ഉന്നത ദിശയിലേക്ക് നയിക്കും. ഇത് ഒരു ഭാഗ്യദർശനമാണ്. ഇത് ഒരിക്കലും തള്ളിക്കളയരുത്. ഇത് ഒരു ദൈവദൂതനാണ്. ഇനി ഞാൻ ധനകാര്യത്തെക്കുറിച്ച് പറയും. ഈ ഒരു ഘട്ടത്തിൽ, ഈ ഒരു ഗ്രഹബലത്തിൽ ഒരു അപ്രതീക്ഷിത ധനലാഭം ഉണ്ടാകും. ആരും കരുതാത്ത ഒരു ഉറക്കം ഉണർന്ന ദിവസം, ഒരു ബാങ്ക് അക്കൗണ്ടിൽ ഒരു അപ്രതീക്ഷിത ഇടപാട്, ഒരു കാലം മുൻപ് ആർക്കോ കൊടുത്ത ഒരു കടം, ഒരു ക്ഷീണിച്ച ബന്ധം. ആ ആൾ ഒരു ദിവസം ഫോൺ ചെയ്ത് ആ കടം തിരിച്ചു നൽകിയേക്കാം. ഒരു ഭൂമി, ഒരു സ്വത്ത്, ഒരു ആൺകൊഴുന്ത്, ഒരു കാലം ഒഴിഞ്ഞു നിന്ന ഒരു സ്വത്ത് ഈ ഘട്ടത്തിൽ ഒരു ഊർജ്ജ ചലനം നേടും. ഒരു ഒഴുക്ക് ആരംഭിക്കും. ഒരു ലക്ഷ്മി ദേവി ഒഴുക്ക് ആരംഭിക്കും. ആ ഒഴുക്ക് ആദ്യം ഒരു ചെറിയ ഒഴുക്കായിരിക്കും. ക്രമേണ ആ ഒഴുക്ക് ഒരു നദിയാകും. ഈ ഒഴുക്ക് ഒരിക്കലും ഒരിടത്ത് ഉടക്കരുത്. ദൈവ ഊർജ്ജം ഒഴുകാൻ ഒരു ഇടം ഉണ്ടാക്കൂ. ദാനം ചെയ്യൂ. ഒരു ദേവദർശനം നടത്തൂ. ഒരു ദീപം തെളിക്കൂ. ആ ദീപജ്വാല, ആ ഒരൊറ്റ ദീപം ഒരു ദൈവദ്വാരം തുറക്കും. ഇനി ഞാൻ ഒരു കാര്യം ഗൗരവത്തോടെ പറയും. ഈ ഘട്ടത്തിൽ ഒരു ധനശ്രദ്ധ ആവശ്യമാണ്. ക്ഷണനേരത്തെ ഒരു ലാഭം കണ്ട് ഒരു ദ്രുത തീരുമാനം എടുക്കരുത്. ഒരു ഊഹക്കച്ചവടം, ഒരു ദ്രുത ശ്രദ്ധയില്ലാത്ത ഒരു ഇടപാട്. ഈ ഘട്ടത്തിൽ ഒരു ദ്വിഭാവം ഉണ്ട്, ഒരു ഭഗ്നം ഉണ്ട്, ഒരു ഭ്രമം ഉണ്ട്.
ഒരു ദ്രുതധന ഊർജം ഒരു ദ്വാരം ആണെന്ന് കരുതി ഒരു തുരങ്കം ആകാൻ ഇടം നൽകരുത്. ജ്ഞാനത്തോടെ ഒരൊറ്റ ചുവട് ഒരു ജ്ഞാനി ഉപദേശിച്ചിട്ടേ ഒരു ഇടപാടിൽ ഇറങ്ങൂ. ആ ഒരൊറ്റ ജ്ഞാനം, ആ ശ്രദ്ധ ഒരു ഭഗ്നഘട്ടത്തെ ഒരു ഭദ്രഘട്ടമാക്കും. ഇനി ഞാൻ പ്രണയ ജീവിതത്തെക്കുറിച്ച് പറയും. ഹൃദയം ഉള്ള ഓരോ മനുഷ്യനും ഒരു സ്നേഹം ആഗ്രഹിക്കും, ഒരു ബന്ധം, ഒരു ഊഷ്മളത, ഒരു ആശ്ലേഷം. ഈ ഘട്ടത്തിൽ ഗുരു ഭഗവാൻ ഇടനിൽ ഭാവത്തിൽ ഇരിക്കുമ്പോൾ ഒരു ബന്ധം ഉദ്ഭവിക്കാം. ഒരു ദൂരമകന്ന ഒരു ഹൃദയം അടുക്കാം. ഒരു കരഞ്ഞ ഹൃദയം ഒരു ആശ്വാസം നേടാം. ഒരു ദ്വന്ദ്വബന്ധം, ഒരു ഞങ്ങൾ ഒന്നിച്ചു, ഒരു ഇണചേർക്കൽ. ഈ ഘട്ടത്തിൽ ഗ്രഹ ഊർജം, ഒരു ബന്ധ ഊർജം ഉത്ഭവിക്കും. ഒരു ആഗ്രഹം, ഒരു ഇദ്ദേഹം ഇവൾ ആണ്. ഒരുപക്ഷേ ഈ ഒരൊറ്റ ഭാവം ഒരു ദൈവദൂതനാണ്. ആ ഭാവം ആദരിക്കൂ, ആ ഹൃദയഭാഷ ആദരിക്കൂ. ഒന്നിലധികം കാലമായി ഒറ്റയ്ക്കിരിക്കുന്ന മകരം രാശിക്കാർ ഇത് കേൾക്കൂ. ഈ ഘട്ടം ഒരു ഒറ്റ ഘട്ടം അവസാനിപ്പിക്കുന്ന ഘട്ടമാണ്. ഞാൻ ഒരുനാൾ ഒരു ആളെ കണ്ടുമുട്ടും. ആ ഒരൊറ്റ ആഗ്രഹം, ആ ഒരൊറ്റ പ്രതീക്ഷ. ഇപ്പോൾ ഒരു ഗ്രഹ ഊർജ്ജദ്വാരം ആ ദിശയിൽ തുറക്കപ്പെടുകയാണ്. ആ ദ്വാരം ഒരു ദൈവദൂതനാണ്. ആ ദൂതൻ, ആ ആൾ, ഒരു പ്രതീക്ഷിക്കാത്ത ഒരു നിമിഷം, ഒരിക്കലും ഉണ്ടാകില്ലെന്ന് കരുതിയ ഒരു ഇടം. ആ ഇടത്ത് ആ ഹൃദയബന്ധം ഉദ്ഭവിക്കും. ഭയക്കരുത്, ഹൃദയം ഒഴിഞ്ഞു നിർത്തൂ. ആ ഒഴിഞ്ഞ ഇടത്തേക്ക് ദൈവം ഒരു ഹൃദയം അയക്കും. ഇനി ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച്. വിവാഹിതരായ മകരം രാശിക്കാർ ഇത് ശ്രദ്ധിക്കൂ. ഈ ഘട്ടത്തിൽ ദാമ്പത്യ ജീവിതത്തിൽ ഒരു ഊഷ്മളത ഉദ്ഭവിക്കും. ഒരു ദൂരം, ഒരു ഞങ്ങൾ ഒന്നല്ലേ, ഒരു ദ്വന്ദ്വം. ഇതൊക്കെ ഇക്കഴിഞ്ഞ ഘട്ടത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ആ ദൂരം ഇനി ഒഴിഞ്ഞു പോകും. ഒരു ഹൃദയ ഊഷ്മളത ഉദ്ഭവിക്കും. ഒരു ഞങ്ങൾ ഒന്നിച്ചാണ്, ഒരു ഹൃദയ ഊഷ്മളത. ഈ ഘട്ടത്തിൽ ദൈവദ്വാരം, ദാമ്പത്യദ്വാരം ഒരു ഊഷ്മളദ്വാരം ആകും. ഈ ഘട്ടത്തിൽ ഒരൊറ്റ ഉപദേശം, ഇനക്ക് ഒരു ചെറുദൂതൻ, ഒരു ഊഷ്മള, ഒരൊറ്റ വാക്ക്, ഒരൊറ്റ ദൗർബല്യ ഊഷ്മള ദ്വന്ദ്വദ്വാരം. ആ ഊഷ്മളതയിൽ ഒരു ബന്ധദ്വന്ദ്വ ഊഷ്മളത. ആ ഒരൊറ്റ ഊഷ്മള ദ്വന്ദ്വദ്വാരം. ഒരൊറ്റ ദൂതൻ, ഇനക്ക് ഒരൊറ്റ സ്നേഹദൂതൻ, ഒരൊറ്റ ഊഷ്മള ദ്വന്ദ്വദ്വാരം. ഇത്